എൻ്റെ എല്ലാ പ്രിയപ്പെട്ട വ്യൂവേഴ്സിനും ആദ്യമേ ഹൃദയം നിറഞ്ഞൊരു നന്ദി അറിയിക്കുകയാണ്. കാരണം നിങ്ങൾക്കെല്ലാവർക്കും അറിയാമായിരിക്കും എൻ്റെ ചാനൽ 1000 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ചെയ്തതിൻ്റെ സന്തോഷമാണ് ഞാൻ നിങ്ങളെ അറിയിക്കുന്നത്. അതിന് എനിക്ക് ഇത് സാധ്യമാക്കി തന്നത് നിങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട വ്യൂവേഴ്സാണ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താണ് എൻ്റെ ചാനലിനെ ഒരു 1000 സബ്സ്ക്രൈബേഴ്സ് എന്ന ഒരു സ്റ്റേറ്റസിലേക്ക് എത്തിച്ചത്. അപ്പോൾ അതിൻ്റെ നന്ദി ആദ്യമേ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. നിങ്ങളുടെ ഈ സപ്പോർട്ട് എന്നും എനിക്കുണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് എനിക്കുള്ളത്. അപ്പോൾ ആ ഒരു പ്രതീക്ഷയോട് കൂടി തന്നെ നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് കിടക്കാം. മൈ ഡിയർ വ്യൂവേഴ്സ്, ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ലാസ്റ്റ് വരെ കാണണം. കാരണം നിങ്ങൾക്കായിട്ട് ഞാനൊരു സസ്പെൻസ് ഈ വീഡിയോയുടെ ലാസ്റ്റിൽ പറയുന്നുണ്ട്. അത് കേൾക്കാനായിട്ട് നിങ്ങൾ ലാസ്റ്റ് വരെ കാണുക. അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിരിക്കും. സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പ്രത്യേക വീഡിയോ ആണ്, ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ നമ്മുടെ എല്ലാ വ്യൂവേഴ്സും, നമ്മുടെ സബ്സ്ക്രൈബേഴ്സും, പുതിയ വ്യൂവേഴ്സ് എല്ലാവരും, കാണുന്ന എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വ്യൂ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്. എനിക്ക് എൻ്റെ വ്യൂവേഴ്സിൻ്റെ ഹൃദയം മനസ്സിലാകും. അപ്പോൾ എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും ഗാർഡൻ വലിയ ഇഷ്ടമാണ്, ഗാർഡനിങ് വലിയ ഇഷ്ടമാണ്. നിങ്ങളുടെ വീട്ടിലൊക്കെ ഗാർഡൻ സെറ്റ് ചെയ്യാൻ നിങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. ചിലർക്ക് ചില അസൗകര്യങ്ങളുണ്ടായിരിക്കും, ചിലർക്ക് സമയപരിധി ഉണ്ടായിരിക്കും. അപ്പോൾ എന്തു തന്നെയായിരുന്നാലും പുതിയതായിട്ട് ഗാർഡൻ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തർക്കും വളരെ യൂസ്ഫുൾ ആകുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾക്കായിട്ട് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കണം. ആരും സ്കിപ്പ് ചെയ്യരുത്. പിന്നെ കുറച്ച് ലെങ്തിയാണ് വീഡിയോ, കാരണം എങ്കിൽ മാത്രമേ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാനായിട്ട് കഴിയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യാതെ കാണണം. മാത്രവുമല്ല, ഇത് 1000 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോയും കൂടെയാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റും ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ എൻ്റെ വ്യൂവേഴ്സിൻ്റെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഗാർഡൻ സെറ്റ് ചെയ്യണമെന്ന് അതിയായ ആഗ്രഹമുള്ളവരുണ്ടോ? അപ്പോൾ അവർക്കായിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് പറയാൻ പോകുന്നത്. എങ്ങനെ ഒരു ഗാർഡൻ നമുക്ക് സെറ്റ് ചെയ്യാം, അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത് എന്നതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. നമുക്കതിന് വേണ്ടിയിട്ട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് നോക്കാം. ആദ്യമായിട്ട് ഞാൻ പറയാൻ പോകുന്നത്, ഗാർഡൻ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യം, നമുക്ക് സ്ഥലം കണ്ടുപിടിക്കണം. എവിടെയാണ് നമ്മൾ ഗാർഡൻ സെറ്റ് ചെയ്യേണ്ടത്? അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കേണ്ടത്. നമുക്ക് നമ്മുടെ വീടിൻ്റെ പരിസരത്ത്, അതായത് നമ്മുടെ മുറ്റത്തോ, അതല്ല എന്നുണ്ടെങ്കിൽ ചില വീടുകൾക്ക് മുറ്റം കുറവായിരിക്കും. അങ്ങനെയുള്ളവർക്ക് മറ്റ് ഓപ്ഷനുകളുണ്ട്. ടെറസ് ആണെങ്കിൽ ടെറസിൽ അവർക്ക് ഗാർഡൻ സെറ്റ് ചെയ്യാം. അതല്ല സൈഡ് ബാൽക്കണികളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം. വീട്ടിൻ്റെ അകത്ത് സെറ്റ് ചെയ്യാൻ പറ്റുന്ന തരം ഗാർഡനും പ്ലാന്റ്സും ഉണ്ട്. അപ്പോൾ ഇത് ആദ്യം സ്പേസ് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ടുന്നത്. അപ്പോൾ നമ്മൾ ഗാർഡനുള്ള സ്ഥലം കണ്ടുപിടിച്ചല്ലോ. ഇനി നമുക്ക് ആ കണ്ടുപിടിച്ച സ്ഥലം എങ്ങനെയുള്ള സ്ഥലമാണ്, അതായത് സൂര്യപ്രകാശം കിട്ടുന്നതിൻ്റെ തോത് എങ്ങനെയാണ്, എത്ര സമയം സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലമാണ് നമ്മളുടെ ഗാർഡൻ്റെ ഏരിയയിലുള്ളത്. ചില സ്ഥലങ്ങളിൽ കംപ്ലീറ്റ്, അതായത് ഡേ മുഴുവനും ലൈറ്റ് കിട്ടുന്ന തരത്തിലുള്ള സ്ഥലമായിരിക്കും. ചില സ്ഥലം എന്ന് പറയുമ്പോൾ കുറച്ച് ഷെയ്ഡുള്ള സ്ഥലമായിരിക്കും. അപ്പോൾ അതും നമ്മൾ കണ്ടുപിടിച്ച് മനസ്സിലാക്കി വെക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ചെടികൾ സെലക്ട് ചെയ്ത് നടാനായിട്ട് കഴിയൂ. അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. മൂന്നാമത്തെ കാര്യം ചെടികളുടെ സെലക്ഷനാണ്. ഇതിനായിട്ട് നമ്മൾ ഏറ്റവും എളുപ്പത്തിൽ ലഭിക്കുന്ന, നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ കാണുന്ന ചെടികളായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അല്ലാതെ നല്ല വില കൊടുത്ത് വലിയ ചെടികളൊന്നും വാങ്ങേണ്ട കാര്യമില്ല. നമുക്കെപ്പോഴും നമ്മുടെ പരിസരത്തൊക്കെ കാണുന്നതും വളർത്താൻ എളുപ്പമുള്ളതുമായ ചെടികളെ സെലക്ട് ചെയ്യുകയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ മൂന്നാമത്തെ പോയിൻ്റായിട്ട് നിങ്ങൾ ചെടികളുടെ സെലക്ഷനാണ് നടത്തേണ്ടത്. അപ്പം മൂന്നാമത്തെ പോയിന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഏറ്റവും കോമൺ ആയിട്ട് ലഭിക്കുന്ന ചെടികൾ വേണം സെലക്ട് ചെയ്യാൻ. അതായത് നമ്മുടെ ക്ലൈമറ്റിന് അനുയോജ്യമായ തരത്തിലുള്ള ചെടികളായിരിക്കും ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ചെടികളെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അത് സെലക്ട് ചെയ്യാനായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നാലാമത്തെ പോയിന്റ്, സോർട്ടിങ് ഓഫ് പ്ലാന്റ്സ്. അതായത് നമ്മൾ സെലക്ട് ചെയ്ത ചെടികളുണ്ടല്ലോ, അതിനെ സോർട്ട് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. അതായത് പലതരത്തിലുള്ള ചെടികളായിരിക്കും. കോമൺ ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെടികൾ തന്നെ പല തരത്തിലുള്ളതായിരിക്കും. ചില ചെടികൾക്ക് കൂടുതൽ
ലൈറ്റ് വേണമെന്നുള്ള ചെടികളായിരിക്കും. എന്നാൽ ചില ചെടികൾക്ക് പ്രകാശം കുറച്ച് മാത്രം മതിയാകും. അപ്പോൾ അത്തരത്തിലുള്ള ചെടികൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ സോർട്ട് ചെയ്ത് വെക്കുക. ചിലതിന് നല്ല ബ്രൈറ്റ് ലൈറ്റിൽ വെക്കേണ്ട ചെടികൾ ഏതൊക്കെയാണ്, ഒരു മീഡിയം ലൈറ്റിൽ വെക്കേണ്ടുന്ന ചെടികൾ ഏതാണ്, അതായത് പാർഷ്യൽ ലൈറ്റിൽ വെക്കേണ്ടുന്ന ചെടികൾ ഏതാണ്, ഇനി നല്ല ഷെയ്ഡിൽ വെക്കേണ്ടുന്ന ചെടികൾ ഏതാണ്, ഇങ്ങനെ നമ്മൾ സോർട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. 5ാമത്തെ പോയിന്റ്, ഓരോ ചെടിയുടെയും കിട്ടാവുന്നത്ര തൈകൾ നമ്മൾ നടുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നടുമ്പോഴാണ് ഗാർഡനിങ്ങിൻ്റെ ഒരു ഇഫക്റ്റ് കിട്ടുന്നത്. അതായത് ഒരു ഗാർഡൻ്റെ ലുക്ക് അങ്ങനെയാണ് നമുക്ക് കൂട്ടാൻ കഴിയുക. ഒരു ചെടി മാത്രം കൊണ്ട് നട്ടു കഴിഞ്ഞാൽ ഒരു ഗാർഡൻ നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ടൈപ്പ് ചെടി തന്നെ ഒരു ഏരിയ കവർ ചെയ്ത് നിൽക്കുമ്പോഴാണ് അതിനൊരു ഭംഗി കൂടുകയും അതൊരു ഗാർഡൻ്റെ ലുക്ക് വരികയും ചെയ്യുക. അപ്പോൾ അക്കാര്യമാണ് നിങ്ങൾ ഗാർഡനിങ്ങിൽ മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. 6ാമത്തെ പോയിന്റ്, നമ്മൾ സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ചെടികളെ, അതായത് ബ്രൈറ്റ് ലൈറ്റിൽ വെക്കേണ്ടുന്നവ, മീഡിയം ലൈറ്റിൽ വെക്കേണ്ടുന്നവ, ഏറ്റവും കുറഞ്ഞ ലൈറ്റിൽ വെക്കേണ്ടുന്നവ, അല്ലെങ്കിൽ ഷെയ്ഡിൽ വെക്കേണ്ടുന്നവ, ഇങ്ങനെ നമ്മൾ സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെടികളെ. ഏറ്റവും ബ്രൈറ്റ് ആയിട്ടുള്ള സ്ഥലത്ത് ഏറ്റവും ലൈറ്റ് വേണമെന്നുള്ള ചെടികളെ നിങ്ങൾ നടുക. അതിനുശേഷം ലൈറ്റ് കുറച്ച് കുറഞ്ഞ സ്ഥലങ്ങളുണ്ടാവും, അതായത് ഒരു പാർഷ്യൽ ലൈറ്റൊക്കെ കിട്ടുന്ന സ്ഥലം, അവിടെ നിങ്ങൾ അത്തരത്തിലുള്ള ചെടികളെ സെലക്ട് ചെയ്ത് വയ്ക്കണം. ചില ചെടികൾ അത്തരത്തിൽ പാർഷ്യൽ ലൈറ്റ് മാത്രം വേണമെന്നുള്ള ചെടികളുണ്ട്. അവയെ അത്തരത്തിലുള്ള സ്ഥലത്ത് മാത്രം നടാനായിട്ട് ശ്രമിക്കണം. ഇനി ചില ചെടികൾക്കാണെങ്കിൽ തീരെ ലൈറ്റ് വേണ്ടാത്ത ചെടികളുണ്ട്, അതായത് ഇലവർഗത്തിൽപ്പെട്ട ചില ചെടികളുണ്ട്, ഇലച്ചെടികൾ, അവയ്ക്ക് അധികം ലൈറ്റ് വേണ്ട. അപ്പോൾ അത്തരം ചെടികളെ നമ്മൾ ഷെയ്ഡഡ് ഏരിയയിലേക്ക് നടുക. 7ാമത്തെ പോയിന്റ്, ക്രിയേറ്റിവിറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ ഏരിയ തിരിച്ച് ഓരോരോ ചെടികൾ നടുന്നുണ്ടല്ലോ, അത് നമുക്ക് സാധാരണ രീതിയിൽ നടാം, അല്ലെങ്കിൽ നമുക്ക് ക്രിയേറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ ഏത് ഷേപ്പിന് വേണം ഈ ചെടികൾ നിൽക്കേണ്ടത് എന്ന് അതിനെ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് അത്തരത്തിൽ നമുക്ക് ഏരിയ സെറ്റ് ചെയ്തിട്ട് ആ ഒരു ഏരിയ ആ രീതിക്ക് നമുക്ക് ചെടികൾ കൊണ്ട് നിറയ്ക്കാം. അതൊരു ക്രിയേറ്റീവ് ഗാർഡനിങ് ആണ്. 8ാമത്തെ പോയിന്റ്, വിരസത ഒഴിവാക്കുക എന്നുള്ളതാണ്, ബ്രേക്കിംഗ് മൊണോട്ടണി. അതായത് നമ്മളിപ്പോൾ ഒരേ തരത്തിൽ ഇങ്ങനെ കൊണ്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെടി ഇങ്ങനെ കൊണ്ട് കുറേ വരുന്നു, പിന്നെ വീണ്ടും മാറ്റിയിട്ട് വേറൊരു ചെടി വരുന്നു, അപ്പോൾ കുറച്ച് ഇങ്ങനെ ഒരു മൊണോട്ടണസ് ആയിട്ട് വരും. അപ്പോൾ ആ മൊണോട്ടണി ബ്രേക്ക് ചെയ്യാനായിട്ട് നമുക്ക് വേറെ DIY ഐഡിയാസ് കൊണ്ടുവരാം. നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഐഡിയാസ് ക്രിയേറ്റ് ചെയ്ത് ഒരു സ്ട്രക്ചറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അതിൽ തന്നെ നമുക്ക് ഈ ഫ്ലവേഴ്സൊക്കെ വയ്ക്കുക, അല്ലെങ്കിൽ പ്ലാന്റ്സൊക്കെ വയ്ക്കാം, ഏതെങ്കിലും ഒരു പോട്ടിൽ. അങ്ങനെയൊക്കെ പല തരത്തിലുള്ള ഐഡിയാസ് നമുക്ക് കൊണ്ടുവരാനായിട്ട് കഴിയും. ഗാർഡനിങ്ങിൽ ശ്രദ്ധിക്കേണ്ട 9ാമത്തെ കാര്യം, ഗാർഡനിൽ ചെറിയ പൂമരങ്ങൾ നട്ടുപിടിപ്പിക്കുക എന്നുള്ളതാണ്. അവിടെ ഇവിടെയായിട്ട് നല്ല പൂക്കൾ തരുന്ന ചെറിയ മരങ്ങളുണ്ടാവും, അതൊക്കെ ഗാർഡന് ഭംഗി കൂട്ടുന്നവയാണ്. അപ്പം നിങ്ങളുടെ ഏരിയ അനുസരിച്ച് മാത്രമേ നിങ്ങൾക്ക് അതൊക്കെ ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ടെറസിലൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ വലിയ ഒരു പോട്ടിലൊക്കെ നമുക്ക് ചെറിയ പൂമരങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്കൊക്കെ വെച്ച് പിടിപ്പിക്കാം. ഗാർഡനിങ് ചെയ്യുന്നവരോടായിട്ട് എനിക്ക് പറയാനുള്ള 10ാമത്തെ പോയിന്റ്, എപ്പോഴും ലാൻഡ്സ്കേപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഗാർഡന് നല്ല ഭംഗിയായിരിക്കും കാണാൻ. പക്ഷേ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗാർഡൻ ഏരിയയിൽ നല്ല പ്രകാശം കിട്ടുന്ന ഭാഗം ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള സ്ഥലം ഉള്ളവർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്നതാണ് ഈ ലാൻഡ്സ്കേപ്പിംഗ്. അല്ലാതെ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. കാരണം ലൈറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഏരിയയിൽ നമ്മൾ ഗ്രാസ് വെച്ചാലും അത് നന്നായി വളരില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ഏരിയ ഉണ്ടെങ്കിൽ മാത്രം ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഗാർഡൻ ഒരുക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് 11ാമത്തെ പോയിൻ്റ്. അതായത് നമ്മളെല്ലാ ചെടികളുമൊക്കെ നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞു, ഗാർഡനെല്ലാം ഏകദേശം ഞാൻ പറഞ്ഞ രീതിയിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഗാർഡൻ സെറ്റായി. പക്ഷേ ഗാർഡൻ സെറ്റായാൽ മാത്രം പോരാ, നമ്മൾ ഗാർഡനിൽ നട്ട ഓരോ ചെടികളെയും കെയർ ചെയ്യുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് ആദ്യത്തെ പോയിൻ്റായിട്ട് പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ആദ്യം ഗാർഡൻ സെറ്റ് ചെയ്യണമല്ലോ, സെറ്റ് ചെയ്തല്ലേ നമുക്കിത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത്. എല്ലാ ചെടികളെയും നമ്മൾ അതിൻ്റെ ആവശ്യമനുസരിച്ച്, അതിൻ്റെ നീഡ് അനുസരിച്ച് അതിനെ കെയർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഈ ഗാർഡനിങ്ങിൽ
ഉള്ള കാര്യം. അതായത് ഗാർഡനിങ് എന്ന് പറയുന്നത് അതങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകുക എന്നുള്ളതാണ് ഏറ്റവും ഒരു ചാലഞ്ച്. അപ്പോൾ ആ ചാലഞ്ച് നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഡെയിലി പരിചരിക്കുക എന്നുള്ളതാണ്. ഡെയിലി ഓരോ ചെടികളുടെ മൂട്ടിൽ പോയി അതിനാവശ്യമായ വെള്ളവും വളവും സൂര്യപ്രകാശവും ഒക്കെ കിട്ടുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുക. അതൊക്കെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് കൊടുക്കാൻ ശ്രമിക്കണം. പിന്നെ ആവശ്യത്തിന് സമയാസമയങ്ങളിൽ വളം ചെയ്തു കൊടുക്കുക. ഏതെങ്കിലും കീടശല്യങ്ങൾ ഉണ്ടെങ്കിൽ ആ ചെടികളെ അതിൽ നിന്നൊക്കെ രക്ഷിക്കുന്നതിനാവശ്യമായ വളപ്രയോഗങ്ങളും മരുന്ന് പ്രയോഗങ്ങളും നടത്തുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ റുട്ടീനായിട്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്. ഗാർഡനിങ്ങിനെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു 3-4 ടേംസാണ് വാട്ടറിങ്, ഫെർട്ടിലൈസിങ്, പ്രൂണിങ് എന്നൊക്കെ. അപ്പോൾ ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്, ഇതിന് മുമ്പേ കേട്ടിട്ടുള്ളതാണ്. ഗാർഡനിങ് തുടങ്ങുമ്പോൾ നമ്മൾ മസ്റ്റായിട്ട് ചെയ്തു കൊടുക്കേണ്ടുന്ന കാര്യങ്ങളും കൂടിയാണ്. വാട്ടറിങ് നമുക്ക് സ്ഥിരമായിട്ട് ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെയാണ് എല്ലാ ചെടികൾക്കും എല്ലാ ദിവസവും വെള്ളം കൊടുക്കണം. ചില ചെടികൾക്കൊക്കെ ഡെയിലി വെള്ളത്തിൻ്റെ ആവശ്യമില്ല. എന്നാൽ ചില ചെടികൾക്ക് ഡെയിലി വെള്ളം കൊടുത്തേ മതിയാവുള്ളൂ. ഡെയിലി ഒരു തവണ മാത്രമല്ല, ചിലപ്പോൾ 2 തവണ നമ്മൾ വെള്ളം നനയ്ക്കേണ്ടതായിട്ട് വരും. പിന്നെ ഫെർട്ടിലൈസിങ് എന്ന് പറയുമ്പോൾ ആഴ്ചയിൽ 1 ദിവസം കൊടുത്താൽ മതി. ചില ചെടികൾക്ക് 15 ദിവസം കൂടുമ്പോൾ കൊടുത്താൽ മതിയാവും. ചില ചെടികൾക്കൊക്കെ 30 ദിവസം കൂടുമ്പോൾ കൊടുത്താലും മതിയാവും. പിന്നെ ഫെർട്ടിലൈസിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് തരത്തിലുള്ള ഫെർട്ടിലൈസേഴ്സാണ് ഉപയോഗിക്കുന്നത്? നമുക്ക് ബയോ ഫെർട്ടിലൈസേഴ്സും ഉപയോഗിക്കാം, കെമിക്കലായിട്ടുള്ള ഫെർട്ടിലൈസറും ഉപയോഗിക്കാം. അത് നമുക്ക് വേണമെങ്കിൽ സീസൺ കണക്കാക്കി, ഇപ്പോൾ പിന്നെ റെയിനി സീസണിൽ നമുക്ക് ഏത് ഉപയോഗിക്കണം, ഹോട്ട് സീസണിൽ നമുക്ക് ഏത്, സമ്മർ സീസണിൽ ഏത് ഉപയോഗിക്കണം എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കിയിട്ട് നമുക്ക് ആ തരത്തിൽ ഏത് ഫെർട്ടിലൈസറാണ് ഉപയോഗിക്കേണ്ടത് എന്ന് ഡിസൈഡ് ചെയ്യാം. പിന്നെ പ്രൂണിങ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഓരോ ചെടികളുടെയും പ്രൂണിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഫാക്ടറാണ്. ഓരോ ചെടിയും പൂത്തു കഴിഞ്ഞാൽ ആ ബ്രാഞ്ച് നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കണം. അത് വളരെ മസ്റ്റാണ്. അപ്പോൾ പഴയ പൂക്കളെ ആ ചെടിയിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അതായത് ഒരു 2 നോഡ്സ് താഴ്ത്തി വെച്ച് നമുക്ക് ആ ബ്രാഞ്ചിനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് പുതിയ ബ്രാഞ്ചസ് അതിൽ നിന്ന് വന്ന് പുതിയ പുതിയ പൂക്കൾ ഉണ്ടായി വരുന്നത്. ഇതൊക്കെ നമ്മൾ ചെടി വളർത്തുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക്കായിട്ടുള്ള കാര്യങ്ങളാണ്. എൻ്റെ ഗാർഡനിൽ ഞാൻ ഒരേ ടൈപ്പിലുള്ള ഒത്തിരി ചെടികൾ പല പല പോട്ടുകളിലാക്കി നട്ടുവെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരേ ചെടികൾ കൂടുതൽ നടുമ്പോഴാണല്ലോ നമുക്ക് ഒരു ഗാർഡൻ്റെ ഇഫക്റ്റ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ടൈപ്പിലുള്ള ചെടി തന്നെ പല ചട്ടികളിലാക്കി നട്ട് അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ ചെയ്ത് ഗാർഡൻ നിങ്ങൾക്ക് മോടി കൂട്ടാം. ഇത് ഗ്രൗണ്ട് ഓർക്കിഡ്സ് ആണ്. ഗ്രൗണ്ട് ഓർക്കിഡ്സ് തന്നെ പല ചട്ടികളിലാക്കി ഞാൻ ഒത്തിരി പ്ലാന്റ്സ് നട്ടിട്ടുണ്ട്. അങ്ങനെയാകുമ്പോൾ നമുക്കതെല്ലാം ഒരു ഏരിയയിൽ കവർ ചെയ്ത് അടുക്കി വയ്ക്കാം. അങ്ങനെ ആകുമ്പോഴാണല്ലോ ഗാർഡന് ഭംഗി കൂടുന്നത്. അത് ആദ്യം ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ഗാർഡനിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. 12ാമത്തെ പോയിൻ്റായിട്ട് വാട്ടറിങ്, 13ാമത്തെ പോയിൻ്റായിട്ട് ഫെർട്ടിലൈസിങ്, 14ാമത്തെ പോയിൻ്റായിട്ട് പ്രൂണിങ് എന്നിവ നിങ്ങൾ ഓർഡറിൽ ചെടികൾക്ക് ചെയ്തു കൊടുക്കേണ്ടതാണ്. ഗാർഡനിങ്ങിൽ ഏറ്റവും മസ്റ്റായ ഒരു കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. അപ്പോൾ ഇത് നിങ്ങൾ റെഗുലറായിട്ട് ചെയ്തു കൊടുക്കേണ്ടതാണ്. പിന്നെ ഇതിനെല്ലാം പുറമെയായിട്ട് അവരവരുടെ ഐഡിയയും കൂടെ വരുമ്പോഴാണ് ഒരു ക്രിയേറ്റീവ് ഗാർഡനിങ് എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റുക. ഇപ്പോൾ നമ്മളൊരു ചെടി നടുന്നു, ഫോർ എക്സാമ്പിൾ സ്പൈഡർ പ്ലാന്റ്. ഞാനിപ്പോൾ ഈ കാണിക്കുന്ന വീഡിയോയിലുള്ളതുപോലെ അത് നടുമ്പോൾ നമ്മളിപ്പോൾ ഒരേ തരത്തിലുള്ള പോട്ട് സെലക്ട് ചെയ്ത് നടുക. അത് നട്ടിട്ട് കുറേ പ്ലാന്റ്സ് നടുക. 1, 2 എന്നല്ല, ഒത്തിരി പ്ലാന്റ്സ് നട്ടിട്ട് ഒരു ഏരിയയിൽ അത് അടുക്കി വയ്ക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റിയും കൂടെ അതിൻ്റെ അകത്ത് കൊണ്ടുവരിക. അങ്ങനെ ആകുമ്പോഴാണ് ഗാർഡനിങ് ഒന്നുകൂടി ബ്യൂട്ടിഫുൾ ആയി മാറുന്നത്. ഗാർഡനിങ് എന്ന് പറയുന്ന ആ ഒരു എക്സ്പീരിയൻസ് ബ്യൂട്ടിഫുൾ ആവുന്നത്, ഗാർഡനും അതുവഴി ബ്യൂട്ടിഫുൾ ആവുന്നത് അങ്ങനെയാണ്. ഇനി പറയാൻ പോകുന്ന കാര്യം 15ാമത്തെ പോയിൻ്റാണ്. ഇത് ഗാർഡന് ഭംഗി കൂട്ടാൻ വേണ്ടി നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കാര്യമാണ്. ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ നമ്മുടെ ഗാർഡന് ഓട്ടോമാറ്റിക്കലി വളരെ ഒരു ഭംഗി കൂടി വരുന്നതായിട്ട് കാണാം. അതായത് DIY ഐഡിയാസ്, നമ്മുടെ ഗാർഡനിൽ DIY ഐഡിയാസ് നിങ്ങൾ കൊണ്ടുവരിക. അതായത് നമുക്ക് കിട്ടുന്ന ഏതൊരു വസ്തുവിനെയും നമുക്ക് ഒരു യൂസ്ഫുള്ളായ രീതിയിൽ ഗാർഡന് ചേരുന്ന രീതിയിൽ അതിനെ മാറ്റിയെടുത്ത് ഗാർഡനിലെ ഒരു പ്രോപ്പർട്ടി ആയിട്ട് അതിനെ യൂസ് ചെയ്ത് അതിൽ പ്ലാന്റ്സ് നടുകയോ അങ്ങനെയൊക്കെയുള്ള ഐഡിയാസും കൂടെ കൊണ്ടുവരിക.
DIY ഗാർഡനിങ്, അതും ഇപ്പോൾ നമ്മുടെ ഗാർഡനിങ്ങിൽ വളരെ ട്രെൻഡിങ് ആയ ഒരു കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് DIY ആയിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ ഗാർഡനിൽ ചെയ്തു കൊടുക്കുക. ഡെയിലി നമ്മൾ 10 പ്ലാന്റെങ്കിലും നടാൻ ശ്രമിക്കണം. അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അതായത് നമുക്കുള്ള ചെടികളിൽ നിന്ന് തന്നെ അതിൻ്റെ കട്ടിങ്സൊക്കെ എടുത്ത് പുതിയ പുതിയ പ്ലാന്റ്സിനെ ഉണ്ടാക്കി നമ്മൾ സൂക്ഷിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ മാത്രമേ ഒരു ചെടി നശിച്ചു പോയാലും നമുക്ക് അതിൻ്റെ പ്ലേസിൽ മറ്റൊന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം ഗാർഡനിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾക്ക് നല്ല ബ്യൂട്ടിഫുള്ളായ ഒരു ഗാർഡൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. നിങ്ങളതിന് ഒരു വലിയ എഫേർട്ടൊന്നും വേണ്ട, കുറച്ച് ചെറിയൊരു എഫേർട്ട് മതി. കുറച്ച് സമയം നമ്മൾ ഇഫക്റ്റീവായിട്ട് സ്പെൻഡ് ചെയ്താൽ മാത്രം മതി. പിന്നെ ഇതിനെല്ലാത്തിനും പുറമെ നമുക്കൊരു ഇൻട്രസ്റ്റ് അതിലുണ്ടായിരിക്കണം, നമുക്കതിലൊരു ഡെഡിക്കേഷൻ ഉണ്ടാകണം, എങ്കിലേ അത് സക്സസ്ഫുൾ ആക്കാനായിട്ട് നമുക്ക് കഴിയുള്ളൂ. അപ്പോൾ ഈ വീഡിയോയിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഇതുപോലെ ഗാർഡൻ സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എനിക്ക് ഷെയർ ചെയ്യണം, നിങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻസിനെ അറിയിക്കണം. ഈ വീഡിയോ കണ്ടിട്ട് ആദ്യം കമൻറ്റ് ചെയ്യുന്ന 100 പേരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 3 പേർക്ക് ഞാൻ പ്ലാന്റ്സ് ഗിഫ്റ്റായിട്ട് നൽകുന്നതാണ്. ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. വീഡിയോ ഫുള്ളായി കാണുക, കണ്ടിട്ട് കമൻസ് ഇടുക. കമൻസ് ഇട്ടതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻ്റെ വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്യുക. വാട്സാപ്പിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന ആദ്യത്തെ 100 കമൻസിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന 3 പേരെയാണ് സമ്മാനത്തിനായിട്ട് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയുടെ പെർഫോമൻസ് നോക്കിയിട്ട് ഇതിൻ്റെ അപ്ഡേറ്റ്സ് വരുന്ന വീഡിയോകളിലൂടെ ഞാൻ നിങ്ങൾക്ക് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ തുടർന്നുള്ള വീഡിയോകളും വാച്ച് ചെയ്യണം, എങ്കിലേ നിങ്ങൾക്ക് ഇതിൻ്റെ അപ്ഡേറ്റ്സ് അറിയാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ എല്ലാവരും കാണണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിൽ ഗാർഡനിങ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് ചെയ്തതിൻ്റെ റിസൾട്ട് എന്നെ കമൻസിലൂടെ അറിയിക്കുകയും ചെയ്യണം. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് ഇനിയും കാണാം. Till then, it's bye from Trip to My Garden.